ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഹോം വർക്ക്സ് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നു ജയസൂര്യ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ജയസൂര്യ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ, ഹോം വർക്ക് ശരിക്കും വർക്ക് ചെയ്തല്ലേ ജയസൂര്യയായിട്ട്. അപ്പം ആ പുള്ളിക്കാരുടെ ആ ഡെഡിക്കേഷൻ, ആ പാഷൻ, അതൊക്കെ എങ്ങനെ കുഞ്ഞ് എന്താ പറയുക, സിനിമയിൽ വന്ന സമയം തൊട്ട് എനിക്ക് ജയസൂര്യ അറിയാം. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയാ, ഇഷ്ടമാണ് ജയസൂര്യക്ക് സിനിമ എന്ന് പറയുന്നത്. ഒരു ജീവിതത്തിന്റെ ഭാഗമാണത്. എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, വർത്താനത്തിൽ കൂടെയും പുള്ളിയുടെ വർക്കിൽ കൂടെ. ഒരു എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ എങ്ങനെ? സുദീപാത്മികം സമയത്ത് അതിൽ വിക്കില പോലെയാണല്ലോ. അപ്പൊ ഞാൻ ചേട്ടനെ കണ്ട് നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ആ സീൻ പറയുന്നതാന്ന് വിചാരിച്ചത്. പക്ഷെ ആ നമ്മള് ഓഫ് ദ സ്ക്രീനും മീറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് വരും. അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്നെ കളിയാക്കുന്നതാണ്. ഈ 2-3 തവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇതിന് മുന്നേ പടം തുടങ്ങുന്നേക്കാളും മുന്നേ തന്നെ പുള്ളി എടുത്തൊരു പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു അത്. ലൈഫിൽ അങ്ങ് ത്രൂ ഔട്ട് ആ പടം തീരുന്നതിനും വരെ അങ്ങ് ശീലാക്കാന്ന് വിചാരിച്ചു. മേ ബി അതായിരിക്കും തോന്നുന്നു. എനിക്ക് സംസാരിച്ചു വരുമ്പോഴേ അപ്പൊ ഞാൻ വിട്ടുപോണ്ടെന്ന് വിചാരിച്ചു. അതാണോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇനി എന്നെ കളിയാക്കുന്നതാണോ എന്ന് എനിക്ക് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതേപോലെ മേരി ആവാസനോ ചെയ്ത സമയത്തും അത് ഒരു സീന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അതിന് മുന്നേ തന്നെയുള്ള പ്രിപ്പറേഷനും എന്നോട് സംസാരിച്ചു ആദ്യം പടം തുടങ്ങുന്നേക്കാൾ മുമ്പ്. കാരണം വൈഫിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഡയറക്ടറിന്റെ പറഞ്ഞു കൂടാണ്ട് നമ്മൾ പറയൂലേ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂടാണ്ട് കൂടെയുള്ള ആർട്ടിസ്റ്റിനെയും കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ സജഷൻ തരും. അപ്പൊ എനിക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ചേട്ടൻ ഇന്നും. അത് ബോഡി വൈസ് ആയാലും ശരി, ബോഡി വണ്ണം വെക്കുക കുറയ്ക്കുക എന്നുള്ള ആക്ടേഴ്സ് ചെയ്യും. ഒരാള് ഒരു ക്യാൻസർ പേഷ്യന്റ് ആകുമ്പോൾ എങ്ങനെയാവണം വണ്ണം കുറഞ്ഞ് അത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കുമ്പോഴാണ് അതൊക്കെ പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്യും ചേട്ടൻ. ശരിക്കും ഇപ്പൊ പറയത്തില്ലേ, നമ്മള് ലെജൻസിനോട് വർക്ക് ചെയ്യാലും ശരി, ഒരു നോർമൽ ഒരു ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാലും ശരി, അല്ലെങ്കിൽ ഹീറോസിനോട് നമ്മൾ ആരോട് വർക്ക് ചെയ്താലും ഈച്ച് ആൻഡ് എവറി പേഴ്സണിൽ നിന്ന് പഠിക്കാനൊരു ലെസൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ശിവതയ്ക്ക് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം പേട്രിയോട്ടില് 2 സൂപ്പർ സ്റ്റാർസിനൂടെ വർക്ക് ചെയ്ത് അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. ഹൗ ഇറ്റ് വാസ്? എനിക്ക് ആക്ച്വലി ലാലേട്ടനും നമുക്ക് തന്നെ സെറ്റിൽ കണ്ടിട്ടില്ല കൂടെയായിരുന്നു. ജസ്റ്റ് ഒരു ദിവസത്തെ ഷൂട്ട്, അവർ അല്ല. എനിക്ക് ലാലേട്ടൻ്റെ തോന്നിയത് ഒരു ക്വാളിറ്റി, രാത്രി വെളുപ്പിന് വരെ ഷൂട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ പോയി കിടക്കുന്ന ഒരു സമയത്താണ്. പക്ഷെ നെക്സ്റ്റ് ഡേ 6 ഷൂട്ട് തുടങ്ങുന്നുണ്ട്. നമ്മളൊക്കെ 4:30 ആകുമ്പോഴത്തേക്കും പോയി മേക്കപ്പ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ലാലേട്ടൻ ഫുള്ളി ഡ്രസ്ഡ് ആയിട്ടാ തുടങ്ങല്ലേ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ സാധാരണ കണ്ടേക്കുന്ന തമിഴിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇരിക്കും. ഓൾഡ് ജനറേഷൻസ് അല്ല, ഇപ്പോഴത്തെ ഞാൻ പറയാം, എല്ലാവരും റെഡി ആയിട്ട് അവിടെ ഉണ്ടാവും. ഹീറോ വരാനായിട്ട് ലേറ്റ് ആവും, വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 hour. പക്ഷെ ഇത് അങ്ങനെയില്ല. ഫസ്റ്റ് പേഴ്സൺ ടു ബി ദെയർ. അപ്പോൾ ജിത്തു സാർ പറയും ലാലേട്ടൻ അവിടെ റെഡി ആയിരിക്കും, നിങ്ങൾ വേഗം പോകണം എന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റൻസ് ഒക്കെ നമ്മളിങ്ങനെ നമ്മളപ്പോൾ റെഡിയാവും. നമ്മൾ 6 എന്ന് പറഞ്ഞാൽ അവിടെ 5:50 എത്തുമ്പോഴത്തേക്ക് അവിടെ ലാലേട്ടൻ ഫുൾ സെറ്റഡ്. ഇതും കഴിഞ്ഞ് പോയി കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ മോളന്ന് കുഞ്ഞിതാ, ഷീസ് ജസ്റ്റ് 1.5 years. അപ്പോൾ ഇവിടെ എന്നെ ഉറക്കില്ല. ഞാൻ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയം അവൾ എഴുന്നേക്കുന്ന സമയം. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ ഓർക്കും അമ്മ ഇച്ചിരി നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവളെയും കൊണ്ട് വാക്കിങ്ങിന് പോകുമ്പോൾ ഷൂട്ടും കഴിഞ്ഞ് വന്ന ആള് ലാലേട്ടൻ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ, ബോക്സിംഗ് എന്തോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറെ ഇവരായിട്ട് പോകണം. അപ്പൊ ഞാൻ ഓർക്കും ഇദ്ദേഹത്തിന് ഉറക്കമില്ലേ. സിനിമ എന്ന് പറയുന്നത് മാത്രമാണ്, അതായത് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടും. ശരിക്കും എനിക്ക് തോന്നുന്നു ശിവദ ഇസ് ബ്ലെസ്ഡ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സൈലന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതൊരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒബ്സർവ് ചെയ്ത് നമുക്ക് കുറെ നമ്മളെ, ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ മോളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാളെ ഇരുത്തി പഠിപ്പിക്കുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. കറക്റ്റ്. ഒബ്സർവ് ചെയ്യുന്ന പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ കയറും. അതെ, മറ്റേത് അതല്ലല്ലോ, നമ്മൾ ബഗ്അപ്പ് ചെയ്യല്ലേ, ഒരുപാട് വിട്ടുപോയാൽ തീർന്ന പണി അത് അല്ലേ. പിന്നെ വേറെ ആളെ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ പാടാ. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും അല്ലെ, ഇൻ വൺ വേ. ചില സമയത്ത് അത് പറയുന്ന ആളുടെ രീതി പോലെ ഇരിക്കും. അത് കറക്റ്റ് ആണ്. എല്ലാവരെയും നല്ല രീതിയിൽ എടുക്കാൻ ഒക്കുകയല്ല. ത്രൂ എക്സ്പീരിയൻസ് അല്ലേ. ഹെൽത്തി ക്രിറ്റിസിസം ഇസ് ഫൈൻ, ഹെൽത്തി അഡ്വൈസ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷെ അതൊരാളെ ഡൗൺ ആക്കാൻ വേണ്ടി പറയും. കറക്റ്റ്. ഞാൻ അതിന് എപ്പോഴും പറയാറുള്ള ഒരു ആളെ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചോളൂ, അദ്ദേഹത്തിന്റെ ഒരു അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെയോ ആരുടെ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ഒരു വെൽവിഷർ ആണെന്നുണ്ടെങ്കിൽ അവർ നന്നായി വരാൻ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതല്ല ഇപ്പൊ കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഡീഗ്രേഡ് ചെയ്ത് അവരെയും കൂടെ മെന്റലി തളർത്തി ഇനിയിപ്പോ എന്നെ കൊണ്ട് ഒരു കഴിവും ഇല്ലേന്ന് സ്വയം തോന്നുന്ന പോലെ ആക്കും ചിലര്.
അല്ലേ? അത് ചെയ്യരുതെന്ന് മാത്രമേ, വെത അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് വിട്ടേക്കൂ, അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കാം. എന്തിനാ ഉപദ്രവിക്കണേ? സത്യം, പണ്ട മനുഷ്യര് പറയുന്ന പോലെ ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാൻ പറയരുത്. അത് ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ്. അത് എല്ലാരും കേൾക്കണമെന്നുണ്ടോ? Ali's Kitchen. Let's cook with love.